വളപട്ടണത്ത് അരിവ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ നിന്നും കവർന്നത് 267 പവൻ സ്വർണവും 1,21 ലക്ഷം രൂപയുമാണെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ. പ്രതി ലിജേഷിന്റെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത്. കീച്ചേരിയിൽ സമാനമായ രീതിയിൽ പ്രതി കഴിഞ്ഞ വർഷം കവർച്ച നടത്തിയിരുന്നതായും കമ്മീഷണർ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ അന്വേഷണം സംഘം കോഴിക്കോട് മുതൽ മാംഗ്ലൂർ വരെ ഉള്ള റെയിൽവേ പ്രത്യേകം റെയിൽവേ ലൈനിൻ്റെ അടുക്കമുള്ള ടവർ ഡംപ് പ്രത്യേകം ശേഖരിച്ചു. അതിൻ്റെ അനാലിസിസ് നടത്തി. അത് ഒരു വലിയ കാര്യമാണ്. കാരണം കോഴിക്കോട് ടു മാംഗ്ലൂർ ഒരു വലിയ ഡിസ്റ്റൻസ് ആണ്. ഈ എല്ലാം ടവർ ഡംപ് ഞങ്ങൾ പ്രത്യേകമായിട്ട് എടുത്തു. അതിൻ്റെ അനാലിസിസ് നടത്തി. അതുപോലെ തന്നെ കുറേ ലോഡ്ജുകൾ ഞങ്ങൾ സെർച്ച് ചെയ്തു. ഏകദേശം 35 ലോഡ്ജുകൾ ഞങ്ങൾ സെർച്ച് ചെയ്തു. രജിസ്റ്റർ അടക്കം എല്ലാം വെരിഫൈ ചെയ്തു. പഴയ CCTV ഫുട്ടേജുകൾ ഞങ്ങൾ ശേഖരിച്ചു. കാരണം നമുക്ക് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഒരു സംശയമുണ്ടായിരുന്നു. പഴയ കേസുകളിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആൾ ഇതിലും ഇൻവോൾവ് ഉണ്ടാവണം. ഒരു സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പഴയ CCTV ഫുട്ടേജുകൾ, പഴയ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള കേസുകളുടെ CCTV ഫുട്ടേജ് അത് ശേഖരിച്ചിട്ട് അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് മാച്ച് ചെയ്തിട്ട് അതും പരിശോധന ചെയ്തിട്ട് നോക്കി. ഈ കേസ് ക്രൈം സീനിനെ നമുക്ക് ഒരു CCTV ഫുട്ടേജ് കിട്ടിയിരുന്നു. ആ CCTV ഫുട്ടേജ് പ്രകാരം ഒരു ചെറിയ സംശയം, ഒരു കഷണ്ടി ഉള്ള ആൾ ഒരു ഇതിലെ സംശയമായിട്ട് ഉണ്ടാവണം. ഒരു കഷണ്ടി ആൾ ഉണ്ടാവണം. അതൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ ആംഗിൾ പ്രത്യേകമായിട്ട് വെച്ചിട്ട് ഞങ്ങൾ അന്വേഷണം ചെയ്തിട്ട് നോക്കി. അവിടെ ഒരു ഡമ്മി ആൾ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ട് പ്ലേസ് ഓഫ് ഓക്കറൻസിലേക്ക് കൊണ്ടുപോയിട്ട് ഡെമോ നടത്തിയിട്ട് കൂടി നോക്കിയിട്ടുണ്ട്. ഫൈനലി നമുക്ക് ഈ CCTV പരിശോധനയുടെ ഭാഗമായിട്ട് ഒരു ചെറിയ ലീഡ് കിട്ടി. ഒരു ആൾ നമുക്ക് സംശയമായിട്ട് ഈ CCTV ഫുട്ടേജിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. ആ സംശയം വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴുള്ള പ്രതിക്ക് ഈ കസ്റ്റഡിയിലെടുത്തിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മിനിയാനെ രാത്രി മുതൽ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഫിംഗർ പ്രിൻ്റ് എടുത്തു. ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു ഫാസ്റ്റ് ട്രാക്ക് ബേസിസിൽ ഇന്നലെ ഞായറാഴ്ച തന്നെ മാച്ചിങ് ചെയ്തിട്ട് നോക്കി. ഈ മാച്ചിങ് ചെയ്തപ്പോൾ നമുക്ക് കീച്ചേരി 803/2023 കേസ് ഒരു ക്രൈം നമ്പർ ഉണ്ടായിരുന്നു. ആ കേസ് ഒരു ഇതുവരെ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള കേസാണ്. അതും ഒരു സെയിം മോഡേഴ്സ് ഹൗസ് ബ്രേക്കിംഗ് മോഡേഴ്സിൻ്റെ കേസാണ്. നമുക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. ആ കേസിൻ്റെ പ്രതി ഈ കേസിൻ്റെ പ്രതി ഒരു ചെറിയ സിമിലാരിറ്റിയാണ്. അത് സംശയമുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ആ കേസിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഈ ആളുടെ ഫിംഗർ പ്രിൻ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് നമുക്ക് സക്സസ് കിട്ടി. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ മാച്ച് ആയിട്ടുണ്ട് കീച്ചേരി കേസായിട്ട്. സോ നമ്മുടെ സംശയം അത് പിന്നെ സ്ട്രോങ് ആയി. ദാറ്റ് ദിസ് പേഴ്സൺ ഇറ്റ് സെൽഫ് മേ ബി ഇൻവോൾവ് ഇൻ ദിസ് കേസ് ഓൾസോ. നമ്മുടെ പ്രസൻറ്റ് കേസും ഇയാൾ തന്നെ ഇൻവോൾവ് ആണ്. അത് വെച്ചിട്ട് ഞങ്ങൾ ഫർദർ ക്വസ്റ്റ്യനിങ് ചെയ്തു. വൈകിട്ട് ഏകദേശം നമുക്ക് 7 o'clock വരെ നമുക്ക് ഇയാൾ ഒരു അക്സെപ്റ്റ് ചെയ്തു ദാറ്റ് ഹി ഹാസ് ഓൺലി ഡൺ ദിസ് തെഫ്റ്റ്. ഇയാൾ തന്നെയാണ് കുറ്റകൃത്യം ചെയ്തത്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, നേരത്തെ ലിജീഷിന്റെ വീട്ടിൽ നിന്ന് 400 പവൻ കണ്ടെടുത്തിരുന്നു എന്നാണ് പോലീസ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ അത് 267 പവനാണ് കണ്ടെടുത്തതെന്നാണ് കമ്മീഷണർ പറയുന്നത്. വിശദാംശങ്ങൾ എന്താണ്? അർജുൻ, 267 പവൻ സ്വർണവും 1,21 ലക്ഷം രൂപയും ഇത്രയുമാണ് ഈ പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കേസിന്റെ അന്വേഷണം അത് വളരെ ദുഷ്കരമായിരുന്നു എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഒരു CCTV ദൃശ്യത്തിൽ നിന്ന് ലഭിച്ച ഒരു സൂചനകൾ പ്രകാരമുള്ള അന്വേഷണമാണ് വിജയത്തിൽ എത്തിയത്. ഈ അഷ്റഫിന്റെ വീടിന്റെ തൊട്ട് പിറകിൽ തന്നെയുള്ള രണ്ടാമത്തെ വീടാണ് ഈ ലിജേഷിന്റേത്. ഈ അഷ്റഫ് അവിടെ വീട്ടിൽ ഇല്ല എന്ന് മനസ്സിലാക്കിയാണ് ഇത്തരത്തിലുള്ള ഒരു കവർച്ച
ലിജേഷ് ആസൂത്രണം ചെയ്തത്. ഇതിന് പ്രേരകമായത് കഴിഞ്ഞ വർഷം കീച്ചേരിയിൽ സമാനമായ ഒരു കവർച്ച നടന്നിരുന്നു. 11.5 ഗ്രാം സ്വർണം അവിടെ നിന്നും കവർന്നിരുന്നു. ഇതാണ് ഈ കേസിലെ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതായത് ലിജേഷ് രക്ഷപ്പെടുകയായിരുന്നു. ഇതാണ് പിടിക്കപ്പെടില്ല എന്ന ഒരു ആത്മവിശ്വാസം ലിജേഷിന് നൽകിയതും ഇത് തന്നെയാണ്. സമാനമായ രീതിയിൽ തന്നെ ഒരു സംശയവും ആരിലും ഉളവാക്കാത്ത രീതിയിലുള്ള ഒരു സമീപനമാണ് ലിജേഷിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് പ്രതി ഒളിവിൽ പോയിരുന്നില്ല. പ്രതി ഈ 20-ന് രാത്രി 19-നാണ് അഷ്റഫ് മധുരയിലെ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി പോകുന്നത്. 20-ന് രാത്രി 8:05-നാണ് ഈ പ്രതി അഷ്റഫിന്റെ വീട്ടിൽ കയറുന്നത്. അങ്ങനെ അവിടെ നിന്നും സ്വർണവും പണവും കവർന്നു. ഈ 267 പവൻ സ്വർണവും ഈ 1,21 ലക്ഷം രൂപയും ചാക്കുകളിലാക്കിയാണ് ഈ പ്രതി അവിടെ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോയത്. ഉടൻ തന്നെ വീട്ടിലേക്ക് പോയില്ല. സമീപത്തെ ഒരു സ്ഥലത്ത് കുറെ സമയം ഒളിച്ച് കഴിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. അവിടുത്തെ ഒരു CCTV ദൃശ്യവും പോലീസിന് ലഭിച്ചു. ഇതും നിർണായകമായി. അതിനുശേഷം പ്രതി ഈ വീട്ടുകാർ ഉറങ്ങിയതിനു ശേഷമാണ് വീട്ടിലേക്ക് പോയതെന്നാണ് പറയുന്നത്. അതിനുശേഷം വീട്ടിലെ കട്ടിലിനടിയിൽ പ്രത്യേക അറയൊക്കെ ഉണ്ടാക്കിയിരുന്നു നേരത്തെ. അതിലേക്ക് ഈ സ്വർണവും പണവും ഒക്കെ ഒളിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീട്ടുകാർ പോലും ഇത് അറിഞ്ഞില്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധനയും അന്വേഷണവും ഒക്കെ നടക്കും എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം, നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമായി. കാരണം നാടാകെ വലിയൊരു ഭീതിയിലായിരുന്നു. കുറുവ സംഘത്തെ അടക്കം സംശയിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും, നാട്ടുകാരൊക്കെ തന്നെ, പ്രദേശവാസികളൊക്കെ തന്നെ വലിയ ഭീതിയിലായിരുന്നു ഈ ആരാണ് ഈ കവർച്ചയ്ക്ക് പിന്നിൽ എന്നതിനെ കുറിച്ച്. അപ്പോൾ ഈ അയൽവാസിയെ തന്നെ അറസ്റ്റ് ചെയ്തതോടുകൂടി എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഉണ്ടായത്. കാരണം ലിജേഷിനെ അങ്ങനെ ഒരു തരത്തിലും നാട്ടുകാർ സംശയിച്ചിരുന്നില്ല. നേരത്തെ പ്രവാസിയായിരുന്നു ലിജേഷ്. അതിനുശേഷം വെൽഡിംഗ് തൊഴിലാളിയായി ജോലി ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ വെൽഡിംഗ് തൊഴിലാളിയായ ലിജേഷിന് ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ഈസിയായി ചെയ്യാൻ കഴിഞ്ഞു എന്നാണ് പോലീസ് പറയുന്നത്. ഒരു ഉളിയും അതോടൊപ്പം തന്നെ ഒരു ഇരുമ്പ് കമ്പിയും മാത്രമാണ് ലിജേഷ് കയ്യിൽ കരുതിയിരുന്നത്. ഇത് ഉപയോഗിച്ചാണ് ഈ അഷ്റഫിന്റെ വീടിന്റെ ജനൽ ഒടിച്ച് ഈ വീടിനകത്തേക്ക് ലിജേഷ് കയറിയത്. അതിനുശേഷം ലോക്കറിന്റെ താക്കോൽ കിട്ടിയപ്പോൾ ആ ലോക്കർ തുറക്കാനും ലിജേഷിന് അധിക സമയം വേണ്ടി വന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ലോക്കറുകളൊക്കെ തന്നെ നിർമ്മിക്കുന്നതിന് കൂടി വൈദഗ്ധ്യമുള്ള ആളാണ് ലിജേഷ് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിജേഷിന് അത് തുറക്കുക ഈസി ആയിരുന്നു. താക്കോൽ കിട്ടിയാലും ഒരു പ്രത്യേക രീതിയിൽ ലിവർ ഉള്ള ഈ ലോക്കർ തുറക്കാൻ അങ്ങനെ ആർക്കും കഴിയില്ല എന്നതും പോലീസിന്റെ ഒരു സംശയമായിരുന്നു. എന്തായാലും ലിജേഷിന് അത് എളുപ്പത്തിൽ തന്നെ നടത്തി. ഏത് ലോക്കറും തുറക്കുന്നതിനുള്ള ഒരു വൈദഗ്ധ്യം ഈ വെൽഡർ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ലോക്കറിൽ സൂക്ഷിച്ച സ്വർണവും പണവും ഒക്കെ ചാക്കുകളിലാക്കി നിറച്ച് ഈ പ്രതി വീട്ടിൽ നിന്നും പോകുന്നു. പിറ്റേ ദിവസം, അതായത് ബുധനാഴ്ച രാത്രിയാണ്, 20-ന് രാത്രി 8:05-നാണ് ഈ കവർച്ച നടക്കുന്നത്. 8:45 പ്രതി പുറത്തേക്ക് വരികയും ചെയ്തു. അതിനുശേഷം ഈ വ്യാഴാഴ്ച 21-ന് രാത്രി 9:15 ഈ പ്രതി വീണ്ടും വീട്ടിലേക്ക് വരികയാണ്. അത് വന്നത് എന്ന് പറയുന്നത് തെളിവ് നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതി ആ വീട്ടിൽ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത്. ആ രീതിയിലാണ് പോലീസിന്റെ മൊഴി എടുപ്പിൽ വ്യക്തമായതെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ പ്രതിയുടെ കയ്യിൽ നിന്നും ഒരു ഉളി അവിടെ നഷ്ടപ്പെട്ടിരുന്നു. ആ ഉളി എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രതി വീണ്ടും പിറ്റേ ദിവസവും ഒരു 10 മിനിറ്റ് 9:15 ലിജേഷ് ആ വീട്ടിലെത്തുന്നു. 9:25-ന് തിരിച്ച് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഉളി എടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ രണ്ടാമതും എത്തിയത്. പക്ഷെ ആ ഉളി വീണ്ടെടുക്കാൻ ലിജേഷിന് കഴിഞ്ഞില്ല. അത് വലിയ തോതിലുള്ള ഒരു വലിയൊരു തെളിവായി പോലീസ് പിന്നീട് മാറുകയും ചെയ്തു. എന്തായാലും നിർണായകമായ അന്വേഷണമാണ് നടന്നതെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായത് ഈ CCTV, അവ്യക്തമായ ഒരു CCTV. ആ CCTV-യിൽ ഒരു കഷണ്ടിയുള്ള ഒരാളാണ് ഈ മോഷണത്തിന് പിന്നിൽ എന്നത് ഒരു പോലീസിന് നീളമുള്ള കഷണ്ടിയുള്ള ഒരാൾ ആണ് ഈ മോഷണത്തിന് പിന്നിൽ എന്ന് പോലീസിന് വ്യക്തമായി. അങ്ങനെ പോലീസ് ഡമ്മി വരെ തയ്യാറാക്കി. പോലീസ് സമാനമായ അതേ രീതിയിലുള്ള കഷണ്ടിയുള്ള ഒരാൾ, നീളം കൂടിയ ഒരാളെ ഉപയോഗിച്ച് ഡമ്മി ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഈ അഷ്റഫിന്റെ വീട്ടിൽ പരിശോധന നടത്തി. അങ്ങനെ ഈ പ്രതിയുമായി സാമ്യമുള്ള നിരവധി പേരെ, സമീപവാസികൾ അടക്കമുള്ള നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഷണ്ടിയുള്ള ഈ രൂപസാദൃശ്യമുള്ള നേരത്തെ സമാനമായ കവർച്ചാ കേസുകളിൽ ഉൾപ്പെട്ടവരുടെ
വിരലടയാളങ്ങൾ ശേഖരിച്ചു, അവരുടെ ഫോൺ കോൾ ഡീറ്റെയിൽസുകൾ ശേഖരിച്ചു. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പോലീസ് വളരെ സമർത്ഥമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി. അതോടൊപ്പം തന്നെ കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയുള്ള റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും പോലീസിന്റെ പരിശോധനയും അന്വേഷണവും ഒക്കെ നടന്നു. അവിടുത്തെ CDR ഈ ഫോൺ കോൾ ഡീറ്റെയിൽസുകളും ഉൾപ്പെടെ ശേഖരിച്ചു, CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഊണും ഉറക്കവും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസ് നടത്തുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി പോലീസിൽ. ഞായറാഴ്ച രാത്രി 10 മണിയോടുകൂടിയാണ് അഷ്റഫ് തിരികെ വീട്ടിലെത്തുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കവർച്ചയെക്കുറിച്ച് പോലീസിലേക്ക് പരാതി പോകുന്നത്. ആ പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസിന്റെ അന്വേഷണവും ആരംഭിച്ചിരുന്നു. പിറ്റേ ദിവസം പോലീസ് നായ എത്തി പരിശോധന നടത്തി. പോലീസ് നായ നേരെ റെയിൽവേ സ്റ്റേഷൻ, വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. അങ്ങനെ പോലീസിന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംഘവും മറ്റുമാണോ ഈ കവർച്ച നടത്തിയത്, അതിനുശേഷം വളപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പ്രതികൾ രക്ഷപ്പെട്ടതാണോ തുടങ്ങിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ സംശയങ്ങളൊക്കെ തന്നെ ദൂരീകരിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നീട് നടന്നത്. അതായത് ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോലീസ് പോയതോടുകൂടി ഈ ഒരു മലയാളിയാണ് ഈ അന്വേഷണത്തിൽ, അതും ഒരാൾ തനിച്ച് നടത്തിയ ഒരു കവർച്ച എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ചെയ്തത്. ആ രീതിയിലേക്കുള്ള അന്വേഷണം വ്യാപിച്ചപ്പോഴാണ് ലിജേഷിലേക്ക് എത്തിയത്. എന്തായാലും ലിജേഷ് ഈ സംഭവത്തിന് ശേഷവും ഈ വീട്ടിന്റെ പരിസരത്തൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ വളപട്ടണം, അതോടൊപ്പം തന്നെ പുതിയതെരു, കണ്ണൂർ, തലശ്ശേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രതി പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പിറ്റേ ദിവസവും ഒക്കെ തന്നെ പ്രതി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രതി ഒരു തരത്തിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒളിവിൽ പോയാൽ അത് പിടിക്കപ്പെടാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് പ്രതി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ആസൂത്രിതമായ ഒരു കവർച്ച പ്രതി നടത്തി. പക്ഷേ പോലീസിന്റെ അന്വേഷണ മികവ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായി. എന്തായാലും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന് വലിയ നേട്ടമാവുകയും ചെയ്തു. KV സുമേഷ് MLA, അതോടൊപ്പം തന്നെ നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും ഈ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തി ഒരു പോലീസിനെ അഭിനന്ദിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ലഡു വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളത് നാട്ടുകാർക്ക് ആകെ വലിയ ആശ്വാസമായി. സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഇന്ന് പറഞ്ഞതും ആ രീതിയിൽ തന്നെയാണ്. പോലീസിന്റെ ഒരു അന്വേഷണ മികവ്, പോലീസ് എടുത്ത എഫേർട്ട്, ഇത് വലിയ തോതിൽ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ നാടിനാകെ ഭീതിയിലാക്കിയ ഈ കവർച്ചാ കേസിലെ പ്രതികളെ പിടികൂടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി കണ്ടുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നടന്നതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറും വ്യക്തമാക്കിയത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാവുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ACP TK രത്നകുമാറിന്റെയും വളപട്ടണം ഇൻസ്പെക്ടർ TP സുമേഷിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം, ഏതാണ്ട് 25ഓളം ആളുകൾ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് രൂപീകരിക്കപ്പെട്ടത്. വളപട്ടണം SI TP സുമേഷിന് പുറമെ സിറ്റി ഇൻസ്പെക്ടർ K സനൽകുമാർ, ചക്രക്കൽ ഇൻസ്പെക്ടർ MP ആസാദ്, മയിൽ SI സഞ്ജയ്, മയിൽ വളപട്ടണം SI TM വിപിൻ, SI ഉണ്ണികൃഷ്ണൻ, സുരേഷ്, അജയൻ, കണ്ണപുരം SI രാജീവൻ, ASIമാരായ രഞ്ജിത്ത്, സ്നേഹേഷ്, ഷാജി, സീനിയർ CPO സജിത്, നാസർ, സനൽ, SI ഷാജി, കിരൺ, ബിജോയ്, ആൻഡോ അഗസ്റ്റിൻ, NM അഷ്റഫ്, നൌഫൽ അഞ്ചില്ലത്ത്, CV രതീഷ് എന്നിവരാണ് ഈ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവർക്കാകെ പോലീസിന്റെ അന്വേഷണ മികവ് എല്ലാവരും പ്രശംസിക്കപ്പെടുകയാണ്. എന്തായാലും ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായത്. അതിന് പോലീസ് എടുത്ത എഫർട്ടിനെ ഈ നാടൊന്നാകെ ഇപ്പോൾ അഭിനന്ദിക്കുകയാണ്. KV സുമേഷ് MLA ഇവിടെ നേരിട്ടെത്തി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാറിനെയും ACP TK രത്നകുമാർ ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തെയും അഭിനന്ദിക്കുകയുണ്ടായി. നാട്ടുകാർ ലഡു വിതരണം ചെയ്തുകൊണ്ടുള്ള ഒരു സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കുന്നു. അങ്ങനെ നാടിന്റെ ഭീതി അകറ്റുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം ഇവിടെ നടന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അർജുൻ.